കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പല മൊബൈൽ കമ്പനീസും ഫിഫ വേൾഡ് കപ്പ് ഇത് ആഘോഷമാക്കാൻ പല പ്ലാനുകളും പല ഐഡിയാസും പല ഓഫേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ലൈവ് സ്ട്രീമിംഗ് ആണ്, കുറേ ആൾക്കാർക്ക് പ്രീപെയ്ഡ് പ്ലാൻസ് ആണ്, ഡാറ്റ കൂടുതൽ നൽകുന്ന പ്ലാനുകളുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മൊബൈൽ രംഗത്ത് നിൽക്കുന്ന ജിയോ, BSNL, എയർടെൽ, വോഡഫോൺ ഈ 4 കമ്പനീസിൻ്റെയും ഫിഫ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജിയോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ജിയോ ആണെന്ന് തന്നെ പറയാം. പല ആൾക്കാരുടെയിലും എന്ത് പറഞ്ഞാലും ഒരു ജിയോ സിം എക്സ്ട്രാ ഉണ്ടാകും മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ. എനിവേസ് ജിയോ ലൈവ് സ്ട്രീമിങ്ങും തരുന്നുണ്ട്, ഒപ്പം ഡാറ്റ ഓഫേഴ്സും തരുന്നുണ്ട്. ലൈവ് സ്ട്രീമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിയോ TV-യിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് ഫിഫ കാണാൻ വേണ്ടി സാധിക്കും, ഫുട്ബോൾ കളി കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ ഡാറ്റയിലേക്ക് വരുമ്പോൾ ജിയോയുടെ എല്ലാ ഓഫേഴ്സിനും ഡബിൾ ധമാക്ക ഓഫേഴ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഏത് റീചാർജ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 1.5 GB എക്സ്ട്രാ കിട്ടും. പെർ ഡേ 1 GB യൂസ് ചെയ്യുന്ന പ്ലാനാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ധമാക്കയിൽ നിങ്ങൾ റീചാർജ് ചെയ്ത് വൗച്ചർ റെഡീം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2.5 GB യൂസ് ചെയ്യാം. ഇപ്പോൾ 2 GB ആണെങ്കിൽ 3.5 GB യൂസ് ചെയ്യാം. അപ്പോൾ ഏത് പ്ലാൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും 1.5 GB ആണ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ചില ആൾക്കാർ ഇപ്പം ഷോപ്പിലൊക്കെ പോയി റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വൗച്ചർ ജിയോ ആപ്പിൽ ഉണ്ടാകും, അത് റെഡീം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ റെഡീം ചെയ്താൽ മാത്രമേ പെർ ഡേ 1.5 GB ഫ്രീ ഉള്ളത് നിങ്ങൾക്ക് ആഡ് ആവുകയുള്ളൂ. അപ്പോൾ ജിയോയുടെ ഇത്രയും ഡീറ്റെയിൽസ് ആണുള്ളത്. ഇനി സെക്കൻഡ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എയർടെൽ TV-നെ കുറിച്ചിട്ടാണ്. എയർടെൽ TV-യിൽ അവർ ഓഫേഴ്സ് ഒന്നും പ്രധാനമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. 149 തുടങ്ങുന്ന കുറേ 1 GB പെർ ഡേ കിട്ടുന്ന കുറേ ഓഫേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്, പ്രീപെയ്ഡ് പ്ലാൻസ് നിലവിലുണ്ട്. അല്ലാതെ സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എയർടെൽ TV ആപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലൈവ് സ്ട്രീമിങ്ങിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, റീജിയണൽ ലാംഗ്വേജിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇംഗ്ലീഷിൽ മാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള പല ഭാഷകളിലും നമുക്ക് കളി ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എയർടെൽ TV ആപ്പിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി മാച്ചസിൻ്റെ റിവ്യൂ, പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഇനി ഷെഡ്യൂൾസ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് എയർടെൽ TV ആപ്പിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് BSNL-ലേക്കാണ്. BSNL ഡാറ്റയിൽ തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രീപെയ്ഡ് പ്ലാൻസിൽ തന്നെയാണ് ഓഫേഴ്സ് കൊണ്ടുവന്നത്. ഇപ്പോൾ നിലവിലുള്ള പ്ലാനിൽ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് പ്ലാൻ BSNL-ൻ്റെ ആണെന്ന് പറയാം. കാരണം 149 റീചാർജിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. 149 നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ 4 GB പെർ ഡേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും 28 ഡേയ്സ് വാലിഡിറ്റി ഉണ്ട്. ഫിഫ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേ, ഇത്രയും ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു 149 റീചാർജ് ചെയ്തിട്ട് 4 GB ഫോർ 28 ഡേയ്സ് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റ് കുറേ പ്ലാൻസും ഇതിൻ്റെ ഒപ്പം BSNL കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാൻസ് എന്ന് പറയുമ്പം ജിയോ ചെയ്യുന്ന പോലെ ജിയോ 1.5 GB ആണ് ഡബിൾ ധമാക്കയിൽ ഫ്രീ പെർ ഡേ വെച്ച് കൊടുക്കുന്നത് എങ്കിൽ BSNL-ൻ്റെ ചില ഓഫേഴ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 2 GB പെർ ഡേ ആണ് ഫ്രീ ആയിട്ട് നൽകുന്നത്. അപ്പം ഇനി ഫൈനലി നമ്മൾ സംസാരിക്കുന്നത് വോഡഫോണിനെ കുറിച്ചാണ്. വോഡഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങും തന്നിട്ടില്ല, അതേപോലെ തന്നെ ഡാറ്റയുടെ ഓഫേഴ്സോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് പ്ലാൻസോ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ വോഡഫോൺ ഇപ്പോൾ കുറേ കോൺടെസ്റ്റ് നടത്തുന്നുണ്ട് വോഡഫോൺ പ്ലേയിലൂടെ. ആ കോൺടെസ്റ്റ്, ക്വിസ്, അങ്ങനത്തെ കാര്യങ്ങളിൽ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നവരെ കാത്ത് കുറേ സമ്മാനങ്ങളുണ്ട്. ഐപോഡ് മിനി ഉണ്ട്. പിന്നെ വേറൊരു ബമ്പർ പ്രൈസ് അല്ലെങ്കിൽ ഒരു അടിപൊളി പ്രൈസ് എന്ന് പറയാനുള്ളത്, ഇതിൽ വിൻ ചെയ്യുന്ന ഒരു ഭാഗ്യശാലിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 1 lakhൻ്റെ ട്രാവലിംഗ് വൗച്ചറാണ്. ഇത് വലിയൊരു സംഭവം തന്നെയാണ്. അല്ലാണ്ട് ലൈവ് സ്ട്രീമിങ്ങോ ഓഫേഴ്സോ വോഡഫോൺ കൊണ്ടുവന്നിട്ടില്ല. എനിവേസ് 4 കമ്പനീസും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മത്സരിക്കുകയാണ്. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ BSNL-ൻ്റെ 149 പ്ലാൻ ബെസ്റ്റ് എന്ന് തോന്നുന്നു. ഇനി വേറെ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ 30 days ഓഫ് ഫിഫ എല്ലാവരും ആഘോഷിക്കുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബെസ്റ്റായിട്ടുള്ള ഒരു ഗെയിം തന്നെ ആവട്ടെ ഈ ഒരു ഫിഫ 2K18 എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.